എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2024 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ മാത്സ് പാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം 1:3 എന്ന അംശബന്ധത്തിലാണ്. 8 പെൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എങ്കിൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? ഇതില് നമുക്ക് ആദ്യം 1:3 അംശബന്ധം എന്ന് തന്നിട്ടുണ്ട്. ആകെ കുട്ടികളുടെ അംശബന്ധം എങ്ങനെയാണ്? ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 1:3 ഇനി എന്താ പറഞ്ഞേക്കണേ? അപ്പൊ നമുക്ക് എക്സും 3x ആയിട്ട് എടുക്കാം അല്ലെ? ആൺകുട്ടികളെ എക്സും പെൺകുട്ടികളെ എത്രയാണ്? 3x ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ എന്താ പറഞ്ഞേക്കണേ? 8 കുട്ടികൾ വരാതിരുന്ന ദിവസം ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എങ്കിൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? നമുക്ക് ഓപ്ഷനിന്ന് ചെയ്യാണ് ഇതില് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി. ഇവിടെ 16 എന്ന് തന്നിട്ടുണ്ട് അല്ലെ? 16 വെച്ചെങ്കിൽ നമുക്ക് 16 ആകെ കുട്ടികള് 16 വെച്ചെങ്കിൽ എന്താണ് 4x എന്ന് പറയുന്നതാണ് 16 അല്ലെ? അപ്പൊ എക്സ് എന്ത് വരും? 4 എന്ന് വരും അല്ലെ? അപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളും എങ്ങനെയാണ് വരിക? 4ഉം പിന്നെ 12ഉം അല്ലെ? 12ന്ന് 8 കുറച്ച എത്രയാണ്? 4 ആണ്. 4 4 എന്നാ വരുള്ളൂ. അവര് പറയണത് 8 പെൺകുട്ടികൾ വരാതിരുന്ന ദിവസം 8 പെൺകുട്ടികൾ വരാതിരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ 3x - 8 എന്ന് പറയണത് ഈ എക്സിന്റെ ഈ എക്സിന്റെ ഇരട്ടി ആയിരിക്കണം. അതാണ് നമ്മുടെ കണ്ടീഷൻ അല്ലേ? അപ്പൊ ഫസ്റ്റത്തെ നമ്മൾ ഇട്ട് നോക്കിയപ്പോ ശരിയായില്ല അല്ലെ? 16 കുട്ടികളെന്ന് ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞ 16 ആകെ കുട്ടികൾ എന്ന് പറഞ്ഞ എക്സ് എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്നത് 16ന്റെ 4x ആണ് 16 അല്ലെ? അപ്പൊ എക്സ് എന്താവും? 4 ആവും അല്ലെ? അപ്പൊ 3x എന്താവും? 12 ആവും അല്ലെ? ഇനി 12ന്ന് 8 കുറച്ചാലോ? 4 4 എന്ന് പറയുന്നത് 4 അങ്ങനെ വരുള്ളൂ അല്ലെ? ഇനി 36 ആണെന്ന് വിചാരിച്ചാലോ? 4x 36 ആണ്. അപ്പൊ എക്സ് എന്ത് വരും? 9 എന്ന് വരും അല്ലെ? എക്സ് 9 ആണ് വെച്ചെങ്കിൽ ഇനി അടുത്തത് എന്ത് വരും? 3x എന്ത് വരും? 27 വരും അല്ലെ? 27ന്ന് 8 മൈനസ് ചെയ്താൽ എത്ര വരും? 19 ആണ് അല്ലെ? 18ഉം 8ഉം ആണ് 26. അപ്പൊ 19 8 ആണ് 27. അപ്പൊ 9ഉം 19ഉം തമ്മിൽ ഇരട്ടി എന്ന് പറയാൻ പറ്റില്ല അല്ലെ? ഇനി അടുത്തത് നോക്കൂ. 32 ആണെന്ന് വിചാരിക്കൂ. അപ്പൊ 4x എന്ന് പറയുന്നത് 32 ആണ് വെച്ചെങ്കിൽ എക്സ് എന്ത് വരും? 8 ആയി വരും അല്ലെ? അപ്പൊ എക്സ് 8 ആണ് വെച്ചെങ്കിൽ 3x എന്ത് വരും? 3 24. 24ന്ന് 8 മൈനസ് ചെയ്താൽ എത്ര വരും? 16 അല്ലെ? 8ന്റെ ഡബിൾ അല്ലേ 16? അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരിക? 32 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നമ്മൾ ഓരോന്നിലും ഇട്ടു നോക്കുകയാണ് എങ്ങനെയാണ് അത് ശരിയാവുണ്ടോ എന്നുള്ളത്. കാരണം 3x ആൺകുട്ടികളും 1x ആൺകുട്ടികളുമാണ് 3x പെൺകുട്ടികളുമാണ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ? അത് രണ്ടും കൂടി കൂട്ടിയ 4x അല്ലെ? ആ 4xലാണ് നമ്മൾ ഓരോ ആൻസേഴ്സും നമ്മൾ ഇട്ട് നോക്കണത്. അപ്പൊ എക്സ് എന്താണെന്ന് കിട്ടും. അപ്പൊ 1x 3x നമ്മൾ ചെയ്തിട്ട് 3x - 8 ചെയ്യണ ദിവസം നമുക്ക് എക്സിന്റെ ഇരട്ടിയായി കിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ 12 മീറ്റർ കിഴക്കോട്ട് നടന്നതിന് ശേഷം 12 മീറ്റർ കിഴക്കോട്ട്, ഇത് കിഴക്കാണെന്ന് വിചാരിച്ചോളൂ, ഇത് പടിഞ്ഞാറാണ്. ഇവിടുന്ന് ഇനി എന്താ ചെയ്തേ? ഇടത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ, അപ്പൊ ഇങ്ങോട്ട് 10 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ, അപ്പൊ ഇവിടെ 4 മീറ്റർ. ഇനി എന്താ? ഇടത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ, അപ്പൊ 4 മീറ്റർ പിന്നെയും നടന്നു. എങ്കിൽ നടക്കാൻ തുടങ്ങിയ ഭാഗത്ത് നിന്ന് ഇവിടേക്കുള്ള അകലം, അതായത് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ഇത് ഇങ്ങനെ യോജിപ്പിച്ച ഇതൊരു മട്ടത്രികോണായിട്ട് വരും അല്ലെ?
ഇവിടെ എന്താണ് വരിക? ഇവിടെ 4 ഈ ഒരു കുഞ്ഞു ഭാഗം 4 അപ്പൊ ഇവിടെ 4 ഇവിടുന്ന് അങ്ങോട്ട് രണ്ടും കൂടി കൂട്ടിയ 10 അപ്പൊ 10 - 4 ഇവിടെ 6 വരും. അപ്പൊ ഇവിടെയും 6 വരും അല്ലെ? ഇനി ഇവിടെ 12 എല്ലാം കൂടി. ഇവിടെ മാത്രം 4 അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് 4 എല്ലാം കൂടി 12 അപ്പൊ ഇവിടെ എന്ത് വരും? 12 - 4 8 വരും. അപ്പൊ ഇത് എന്താണ്? ഒരു മട്ടത്രികോണത്തിന്റെ പാദവും ലംബവുമാണ് അല്ലെ? അപ്പൊ കർണം എങ്ങനെ കണ്ടുപിടിക്കുക? കർണം ഈക്വൽ ടു റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലംബം സ്ക്വയർ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് പാദം സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ. 8 സ്ക്വയർ എത്രയാണ്? 64 പ്ലസ് 36 അത് 100 റൂട്ട് 100 എത്രയാണ്? 10. 10 × 10 അല്ലേ 100. അപ്പൊ റൂട്ട് 100 എത്രയാണ്? 10. അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2⁻³ പ്ലസ് 3⁻4 പ്ലസ് 4⁻5 ഹോൾ റേസ് ടു 0 ഈക്വൽ ടു ഏതൊരു സംഖ്യ, എത്ര വലിയ സംഖ്യ ആയോട്ടെ, ഏതൊരു സംഖ്യ എ എന്ന് പറയുന്ന ഏതൊരു സംഖ്യ ആയാലും റേസ് ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് 1 ആണ് ആൻസർ കിട്ടുക. അപ്പൊ ഇതൊന്നും ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. എന്താന്ന് വിചാരിച്ച ഇപ്പൊ എത്ര വലിയ സംഖ്യയെ എടുത്തോളൂ, അത് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് 1 ആണ് കിട്ടുക. ഇപ്പൊ എ തന്നെ ആയോട്ടെ, എ റേസ് ടു 0 എന്ന് പറഞ്ഞാലും 1 തന്നെയാണ്. ഇനി വേറെ ഇപ്പൊ 1000 റേസ് ടു 0 അപ്പോഴും 1 തന്നെയാണ്. അപ്പൊ ഏതൊരു സംഖ്യ റേസ് ടു 0 എന്ന് പറഞ്ഞാലും 1 തന്നെയാണ് ആൻസർ കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മാസത്തെ 20-ാം തീയതി തിങ്കളാഴ്ചയാണ് എങ്കിൽ ആ മാസം 5 തവണ വരാൻ സാധ്യതയുള്ള ദിവസം ഏത്? നോക്കൂ, ഒരു മാസത്തെ 20-ാം തീയതി തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ പിന്നെ 27-ാം തീയതിയാണ് വരിക അല്ലെ? അതിന് മുന്നേ ഉള്ളത് ഏതാ വരിക? 13-ാം തീയതിയാണ് തിങ്കളാഴ്ച വരിക. അതിനു മുന്നേ എന്ന് പറഞ്ഞാലോ 6-ാം തീയതി ആണ്. എങ്ങനെയാ ഞാൻ അത് ചെയ്യണേ? 7 മൈനസ് ചെയ്യുക പ്ലസ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? ഓരോ 7 ദിവസം കൂടുമ്പോഴും അതേ ആഴ്ച തന്നെ വരും. അപ്പൊ 6-ാം തീയതി വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ ഇനി വരിക അതിന് മുന്നേയുള്ള മാസത്തെയാണ് അല്ലെ? ഇവിടെ 6 ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ 7 മൈനസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ മുന്നേയുള്ള ദിവസമാണ് വരിക. അപ്പൊ അതല്ല, അപ്പൊ 4 തിങ്കളാഴ്ചയെ വന്നുള്ളൂ അല്ലെ? അപ്പൊ ഇനി ഇവിടെ നോക്കുമ്പോ 28-ാം തീയതി വരുമ്പോ ഇവിടെ എന്താവും? 7 എന്ന് വരും അല്ലെ? അപ്പോഴും 7 ദിവസം മൈനസ് ചെയ്താ വരില്ല അല്ലെ? അപ്പൊ 29-ാം തീയതി വരുമ്പോ എന്ത് വരും? ഇവിടെ 29 എന്ന് പറയുമ്പോ ഇവിടെ എന്ത് വരും? 29-ന്റെ മുന്നേ ഏത് വരും? 22-ന് വരും. പിന്നെ അതിന് മുന്നേ എന്ന് പറയുമ്പോ എത്ര വരും? 15-ന് വരും. അതിന് മുന്നേ 8-ന് വരും അല്ലെ? അതിന് മുന്നേ എത്ര തന്നെ വരും? 1-ന് വരും അല്ലെ? അപ്പൊ തിങ്കൾ, ചൊവ്വ, ബുധനാഴ്ച വരും. പക്ഷെ ഇവിടെ ബുധനാഴ്ച ഇല്ല, വ്യാഴാഴ്ചയാണ് നമുക്ക് തന്നിരിക്കണേ അല്ലെ? വ്യാഴാഴ്ച നോക്കി നോക്കൂ. വ്യാഴാഴ്ച ആവുമ്പോ ഇത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 9-ാം തീയതിയാണ് വരിക അല്ലെ? 7, 8, 9. അപ്പൊ അതിന് മുന്നേ എന്ന് പറയുമ്പോ ഇവിടെ 2-ാം തീയതി വരും. ഇവിടെ ഏത് വരും? 30-ാം തീയതി വരും അല്ലെ? അപ്പൊ 30, 23, അതിനു മുമ്പ് 16, 16-ന് മുന്നേ 9, 9-ന് മുന്നേ 2. അപ്പൊ 5 പ്രാവശ്യം വരുന്നുണ്ട് കണ്ടോ? അപ്പൊ വ്യാഴം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ബി എന്നുള്ളതാണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മണിക്കൂറിൽ 108 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന തീവണ്ടി 470 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ 20 സെക്കൻഡ് എടുത്താൽ തീവണ്ടിയുടെ നീളം എത്ര? അതായത് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? പാലം 470 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അത് പ്ലസ് തീവണ്ടിയുടെ നീളം, അത് എക്സ് എന്ന് വിചാരിച്ചു. അത് ഡിവൈഡഡ് ബൈ എന്താണ്? വേഗത
പറഞ്ഞാലാണ് നമുക്ക് സമയം കിട്ടുക. അതായത് 20 സെക്കൻഡ്. എങ്ങനെയാണ് നമ്മൾ പറയണത്? വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയമാണ്. ഇതിന്ന് നമുക്ക് ഞാൻ എന്ത് ചെയ്തു? ദൂരം ബൈ വേഗത ചെയ്തു. അപ്പൊ സമയം കിട്ടി അല്ലെ? അപ്പൊ ഇത് കിട്ടിയതൊക്കെ നമുക്ക് എഴുതി. 20 സെക്കൻഡ് ആണ് സമയം എന്ന് പറഞ്ഞിട്ടുണ്ട്. 108 കിലോമീറ്റർ ആണ്. ഇത് മീറ്ററിലും ഇത് സെക്കൻഡിലും ആവുമ്പോൾ ഈ 108 കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് നമ്മൾ മാറ്റണം. മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? 5/18 ചെയ്യണം. അതെത്രയാണ്? ഇവിടെ 6 ആവും. 18 6 108. അപ്പൊ 6 5 30 വരും അല്ലെ? അപ്പൊ 470 മീറ്റർ പ്ലസ് എക്സ് എന്ന് പറയുന്നത് 30 × 20 ആണ്. അതായത് 600 ആണ് അല്ലെ? അപ്പൊ എക്സ് എന്ത് വരും? 600 മൈനസ് 470. അതെന്താണ്? 130. അപ്പൊ തീവണ്ടിയുടെ നീളം എത്രയാണ്? 130. എന്തുകൊണ്ടാന്ന് വിചാരിച്ചാ തീവണ്ടിയുടെ നീളവും പാലത്തിന്റെ നീളവും കഴിഞ്ഞാൽ മാത്രമേ അത് ആ പാലം കടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ദൂരത്തിന് 470ഉം പിന്നെ തീവണ്ടിയുടെ നീളവും അത് ഡിവൈഡഡ് ബൈ വേഗത. അങ്ങനെ ആക്കുമ്പോഴാണ് നമ്മൾ സമയം കിട്ടുന്നത്. വേഗതയെ നമ്മൾ എന്താണ് 108 കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് മീറ്റർ പെർ സെക്കൻഡ് ആക്കാനാണ് ഇൻറ്റു 5/18 ചെയ്തത്. അപ്പൊ പിന്നെ എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ക്ലോക്കിലെ സൂചികൾക്കിടയിലുള്ള കോൺ 70 ഡിഗ്രി ആകുന്ന സമയമേത്? നമുക്ക് ഓരോന്നും നോക്കി നോക്കാം. 3:30 അല്ലെ? 3:30 എന്ന് പറഞ്ഞാൽ 3ലും 6ലും ആണ് അല്ലെ? 3ലും 6ലും ആവുമ്പോ എത്ര ഇടകളുണ്ട്? 3 കഴിഞ്ഞാൽ 4 5 6 3 ഇടകളാണുള്ളത്. ഓരോ ഇടയ്ക്കും 30 ഡിഗ്രി വീതമാണ് ഉള്ളത്. അപ്പൊ 90 ഡിഗ്രി ഉണ്ട് അല്ലെ? പിന്നെ എന്താണ്? ഇവിടെ ഏതാണ് വലുതായിട്ടുള്ളത്? ഇത് ചെറുതും ഇത് വലുതുമാണ് അല്ലെ? ഇത് ചെറുതും ഇത് വലുതും ആവുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എത്ര? ഈ മിനിറ്റിന് ഡിഗ്രി എത്ര വരും? ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പൊ 15. അപ്പൊ 15 മൈനസ് ചെയ്യുമ്പോ നമുക്ക് ഇവിടെ എത്ര വരും? 5 ഇവിടെ 7 75 ഡിഗ്രി. അപ്പൊ ഇതല്ല അല്ലെ? ഇനി 12:20 എന്ന് പറയുമ്പോ എത്ര വരും? 12ലും ആണ് പിന്നെ ഇതിലാണ് 4ലാണ് അല്ലെ? അപ്പൊ ഇവിടെയാണ് വലിയത് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഇട എന്ന് പറയുന്നത് 4 ഇടകൾ വരും. 12 തൊട്ട് 1 വരെ, 1 തൊട്ട് 2 വരെ, 2 തൊട്ട് 3 വരെ, 3 തൊട്ട് 4 വരെ 4 ഇടകളുണ്ട്. അപ്പൊ 4 × 3 30 120 ആണ്. 120. പിന്നെ എന്താണ്? ഇനി പ്ലസ് ആണോ മൈനസ് ആണോ ചെയ്യേണ്ടതെന്ന് അറിയാനാണ് ഇതിലെ ഏതാണ് വലുത് എന്ന് നോക്കണത്. അപ്പൊ ഇതാണ് വലുത് അല്ലെ? ഇവിടെ വലുതാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ പ്ലസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ്? 20 മിനിറ്റിന് എത്ര ഡിഗ്രിയാണ്? 20/2 ഡിഗ്രി. അതായത് 10 ഡിഗ്രി കൂട്ടണം. അപ്പൊ 130 ഡിഗ്രി. ഇനി ഇവിടെ എന്താ വരിക? 7:20 എന്ന് പറഞ്ഞാൽ 7ലും 4ലും ആണ് അല്ലെ? അപ്പൊ ഇതാണ് കൂടുതലുള്ളത് അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്ലസ് ആണ് ചെയ്യേണ്ടത് അല്ലെ? ഇനി 7ഉം 4 എന്ന് പറഞ്ഞാൽ 3 ഇടകളാണ് ഉള്ളത്. 5 6 7. അപ്പൊ 120 3 ഇടകൾ എന്ന് പറഞ്ഞാൽ 3 × 30. അപ്പൊ 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രിയുടെ കൂടെ ഇതിന്റെ ഡിഗ്രി എത്രയാണ്? 20/2. അതായത് 10 ഡിഗ്രിയും കൂടി കൂട്ടി. അപ്പൊ എത്ര ഡിഗ്രി ആയി? 100 ഡിഗ്രി ആയി. ഇനി ഇതിൽ നോക്കൂ. 5:40 എന്നുള്ളത് നോക്കൂ. 5ലും 8ലും ആണ് അല്ലെ? 5ലും 8ലും ആവുമ്പോ എന്ത് വരും? 3 ഇടകളാണ് അല്ലെ? 3 × 30. അതായത് 90 ഡിഗ്രി. ഇനി ഏതാണ് ചെറുത്? ഇവിടെയാണ് ചെറുത് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എത്ര ഡിഗ്രി? ഈ 40ന്റെ പകുതി, അതായത് 20 ഡിഗ്രി മൈനസ് ചെയ്യണം. അപ്പൊ എത്ര ഡിഗ്രിയാണ് വരിക? 70 ഡിഗ്രി. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഓരോന്നിലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മള്
എത്ര ഇടകളുണ്ടെന്ന് നോക്കുക. ഓരോ ഇടയ്ക്കും ഇൻറ്റു 30 ചെയ്യുക. പിന്നെ ഓരോ മിനിറ്റിനും ഡിവൈഡഡ് ബൈ 2 ഡിഗ്രി ആണ് ഉണ്ടാവുക. അതായത് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30/2, 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30/2 ഡിഗ്രി, 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 20/2 ഡിഗ്രി, അങ്ങനെയാണ്. അപ്പം അത് പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ എന്ന് അറിയാനാണ് നമ്മൾ 3 ആണോ 6 ആണോ വലുത് എന്ന് നോക്കണത്. ഇവിടെ ഈ ഭാഗത്ത് ലെഫ്റ്റ് സൈഡില് ചെറുത് വന്നാ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ വലുത് വന്നാ നമ്മൾ പ്ലസ് ചെയ്യണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 7 സംഖ്യകളുടെ ശരാശരി 93 ആണ്. ഇതിൽ ഒരു സംഖ്യയെ ഒഴിവാക്കിയപ്പോൾ ശരാശരി 90 ആയി. ഒഴിവാക്കിയ സംഖ്യ ഏത്? നിങ്ങൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാവും? അതായത് ശരാശരി ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്കംസ് ഈക്വൽ ടു ആണ് ശരാശരി, അല്ലെ? അപ്പോ 93 ആണ് ശരാശരി എന്ന് പറഞ്ഞാൽ എത്ര നമ്പറുകൾക്ക്? 7 നമ്പറുകൾക്ക്. അപ്പൊ നമുക്ക് ടോട്ടൽ കണ്ടൂടെ? ടോട്ടൽ ഈക്വൽ ടു 93 ഇൻറ്റു 7. അത് എത്രയാണ്? 3 7 21, 2 9 7 63, 2 65, 651. ഇനി നമുക്ക് എന്താ പറഞ്ഞ, ഒരു സംഖ്യ ഒഴിവാക്കിയ. അപ്പൊ ഈ ടോട്ടൽ ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് എത്രയായി? 90 ആയി എന്ന് പറഞ്ഞു. അതായത് അപ്പോഴത്തെ ടോട്ടൽ എത്ര വരും? 90 ഇൻറ്റു 6 എന്ന് വരും, അല്ലെ? 9 6 54, 540. ഇനി ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഒഴിവാക്കിയ സംഖ്യ അറിയാം. 651 മൈനസ് 540 ചെയ്താ നമുക്ക് എന്താ അറിയാം? ഒഴിവാക്കിയ സംഖ്യ അറിയാം, 111. ഇനി ഇതിനുള്ള എളുപ്പ വഴി ഇപ്പൊ പറഞ്ഞു തരാം. അതായത് 7 സംഖ്യകളുടെ ശരാശരി തന്നുണ്ടോ 93 ആണെന്ന്? ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോ ശരാശരി തന്നുണ്ടോ 90 ആണെന്ന്? അപ്പൊ ശരാശരിയിലെ വ്യത്യാസം എന്താണ്? 93 മൈനസ് 90, അതായത് 3 ആണ് ശരാശരിയിലെ വ്യത്യാസം. എത്ര സംഖ്യകൾക്ക്? 6 സംഖ്യകൾക്ക്, അല്ലെ? അപ്പൊ 3 ഇൻറ്റു 6 എത്രയാണ്? 18. 18ന്റെ കൂടെ ഈ ആദ്യത്തെ ശരാശരി കൂട്ടിയ 93 പ്ലസ് 18 ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒഴിവാക്കിയ സംഖ്യ കിട്ടും. എളുപ്പ വഴിയാണ്. നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലാണ്ട് ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ അമ്മയ്ക്ക് മകനേക്കാൾ 21 വയസ്സ് കൂടുതലുണ്ട്. 6 വർഷം കഴിയുമ്പോൾ മകന്റെ വയസ്സിന്റെ ഇരട്ടിയാണ് അമ്മയുടെ വയസ്സ് എങ്കിൽ അമ്മയുടെയും മകന്റെയും വയസ്സുകളുടെ തുക എന്ത്? അമ്മയുടെ വയസ്സ് y എന്ന് വിചാരിക്കൂ, മകന്റെ വയസ്സ് x എന്ന് വിചാരിക്കൂ. y എന്ന് പറയുന്നത് x പ്ലസ് 21 ആണ്. 6 വർഷം കഴിയുമ്പോൾ അമ്മയ്ക്ക് എന്തായിണ്ടാവും? y പ്ലസ് 6 ആയി ഉണ്ടാവും, അല്ലെ? അപ്പൊ മകൻ എന്തായിട്ടുണ്ടാവും? x പ്ലസ് 6 ആവും, അല്ലെ? ഇനി എന്താ പറയണ? 6 വർഷം കഴിയുമ്പോൾ മകന്റെ വയസ്സിന്റെ ഇരട്ടി. മകന്റെ വയസ്സ് ഏതാണ്? x പ്ലസ് 6. അതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു x പ്ലസ് 6. അതാണ് അമ്മയുടെ വയസ്സ്. അപ്പോഴത്തെ എന്താണ്? y പ്ലസ് 6. അപ്പൊ y പ്ലസ് 6 ഈക്വൽ ടു x പ്ലസ് 6 ഇൻറ്റു 2 ആണ്. ഇനി എന്താ പറഞ്ഞേക്കണേ? അമ്മയുടെയും മകന്റെയും വയസ്സുകളുടെ തുക എത്രയാണെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ x പ്ലസ് y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? ഇനി y-ന് പകരം, ഈ y-ന് പകരം, ഇവിടെയുള്ള y-ന് പകരം ഞാൻ x പ്ലസ് 21 എന്ന് എഴുതി. അപ്പൊ എന്ത് വരും? x പ്ലസ് 21 പ്ലസ് 6 ഈക്വൽ ടു 2x പ്ലസ് 12. അപ്പൊ ഈ എക്സിന് ഇങ്ങോട്ട് കൊടുന്ന എന്ത് വരും? 2x മൈനസ് x വരും, അല്ലെ? 21 പ്ലസ് 6 27 മൈനസ് ഇത് അങ്ങോട്ട് പോയാൽ മൈനസ് 12 ആവും. അപ്പൊ എന്താണ്? 15 ആണ്, അല്ലെ? x 15 ആണ് വെച്ചെങ്കിൽ y എന്ത് വരും? 15 പ്ലസ് 21 ആണ് y. അപ്പൊ എത്രയാണ്? 36 ആണ് y. y 36 ആണ്, x 15 ആണ് വെച്ചെങ്കിൽ പിന്നെ x പ്ലസ് y എങ്ങനെ കണ്ടുപിടിക്കും? 36 15, 36 10 46 5 51. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
75 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 75 ഇൻറ്റു 25 പ്ലസ് 25 സ്ക്വയർ ഡിവൈഡഡ് ബൈ 75 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ. ഇത് എക്സ് എന്നും ഇത് വൈ എന്നും വിചാരിച്ച ഇതെന്താണ് നോക്കൂ. എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഫോമാണ് മുകളിലുള്ളത്. താഴെയുള്ളത് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്താ എഴുതാം? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. താഴെയുള്ളതിനെ എന്താ എഴുതാം? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പൊ ഇവിടെയുള്ള എക്സ് പ്ലസ് വൈയും ഇവിടെ ഒരു എക്സ് പ്ലസ് വൈയും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ നമുക്ക് എന്താ ആൻസർ വരിക? എക്സ് പ്ലസ് വൈ ബൈ എക്സ് മൈനസ് വൈ ആണ്. ഇനി എക്സിന്റെ സ്ഥാനത്ത് 75ഉം വൈന്റെ സ്ഥാനത്ത് 25ഉം ഇതിലിട്ട് കൊടുത്താൽ മതി. 75 പ്ലസ് 25 എത്രയാണ്? 100. 75 മൈനസ് 25 എത്രയാണ്? 50. 100 ബൈ 50 എത്രയാണ്? 2. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ നമ്മള് 75 സ്ക്വയർ ആദ്യം കണ്ട് 2 ഇൻറ്റു 75 ഇൻറ്റു 25 കണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സമയം കുറേ പോവും, നമുക്ക് ആൻസറിലും എത്താൻ സാധിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1/1 ഇൻറ്റു 2 പ്ലസ് 1/2 ഇൻറ്റു 3 പ്ലസ് 1/3 ഇൻറ്റു 4 പ്ലസ് 1/4 ഇൻറ്റു 5 ഈക്വൽ ടു. എങ്ങനെയാണ് ചെയ്യുക? അതായത് എത്ര എണ്ണം ഉണ്ടോ n/n+1 ആണ് ഇതിന്റെ ആൻസർ വരിക. അതായത് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം അല്ലെ? 4/5 ആണ് ആൻസർ വരിക. ഇത് എങ്ങനെയാ വരണേന്ന് മനസ്സിലാക്കി തരാം. 1/1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 1/1 മൈനസ് 1/1 പ്ലസ് 1/2 അല്ലേ? ഇനി ഇതിന് 1/1 ഇല്ല, 1/1 മൈനസ് 1/2 ആണ് ഈ 1/1 ഇൻറ്റു 2. അതായത് 1/2. 1/2 എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് 1/2 ആണ്. ഇനി അടുത്തത് എങ്ങനെ വരിക? 1/2 മൈനസ് 1/3 ആണ്. അടുത്തത് എന്ത് വരും? 1/3 മൈനസ് 1/4 വരും. ഇനി അടുത്തതോ 1/4 മൈനസ് 1/5. ഇങ്ങനെ ഏത് സംഖ്യകൾ തന്നാലും എത്ര സംഖ്യകൾ തന്നാലും നമുക്ക് എന്ത് വരും? ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോവും. മനസ്സിലായോ? അപ്പൊ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താണ്? 1 മൈനസ് 1/5 മാത്രമേ ഉള്ളൂ. അതെത്രയാണ്? 5 മൈനസ് 1/5, അതായത് 4/5. അതാണ് ഞാൻ പറഞ്ഞ n/n+1 എന്ന് ചെയ്താൽ മതി. n എത്രയാണ്? 4 എണ്ണാണ്. 4/4+1 അതായത് 5. അപ്പൊ 4/5 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.